വൈകിട്ടായപ്പോൾ നല്ല ചൂട് ചായയും പഴംപൊരിയും കഴിച്ചാലോ എന്ന് വല്ലാത്തൊരാഗ്രഹം. വീട്ടിലിനി ഉണ്ടാക്കി കഴിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള പാർക്കിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും മോളും കൂടി ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ഞങ്ങളുടെ സ്ഥിര സ്പോട്ടാണ് കേട്ടോ, ഞങ്ങളുടെ വീടിനടുത്തുള്ള മടവൂർ പാറ പാർക്ക്. ഞങ്ങൾ മിക്ക വീക്കെൻഡ്സും സാറ്റർഡേയോ സൺഡേയോ ഞങ്ങൾ ഈ പാർക്കിൽ പോയിട്ട് ഇരിക്കാറുണ്ട്. വളരെ നല്ലൊരു സ്പോട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബൈക്കിലാണ് എപ്പോഴും പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തിച്ചേർന്നു. ഞാൻ ബൈക്കൊക്കെ പാർക്ക് ചെയ്തു. വീഡിയോഗ്രാഫർ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പാർക്ക്. ഇവിടെ ചിൽഡ്രൻസിന് കളിക്കാനായിട്ട് കുറച്ച് റൈഡ്സൊക്കെ ഉണ്ട്. അത്ര ഭയങ്കരമായിട്ടൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ടും നല്ല പാറയാണ്. ഈ പാറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, സൺസെറ്റൊക്കെ കാണാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ ഹട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. വൈകിട്ടായാൽ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ തീരെ ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ക്യാൻറ്റീനാണ്. ഇതിൻ്റെ താഴെ ഒരു ഫ്ലോറും കൂടെ ഉണ്ട്. എപ്പോഴും ഞങ്ങൾ താഴത്തോട്ടാണ് പോയിരിക്കാറുള്ളത് കേട്ടോ. അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ചെയറുണ്ട്. ഇന്ന് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിയ തിരക്കൊന്നും ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങനെ അവിടെ ഇരുന്നു. ഞങ്ങളുടെ വീഡിയോഗ്രാഫർ ചിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചായയ്ക്കും പഴംപൊരിക്കുമാണ്. പഴംപൊരി വന്നു, എടുക്കുന്ന ചൂട് പഴംപൊരിയാണ് കേട്ടോ. സ്ട്രോങ് ടീ പഴംപൊരി. ഞങ്ങളുടെ പഴംപൊരി ചേച്ചിയാണ് ഇത്രയും രുചികരമായ പഴംപൊരി ഉണ്ടാക്കി തന്ന നമ്മുടെ ചേച്ചിയുടെ പേര് പറ. ഉഷ ചേച്ചിയാണ്. നിങ്ങൾ നോക്കിയേ, ഇന്ന് ആദ്യം ആരുമില്ല. 2 യുവമിഥുനങ്ങളും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ മോളും. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അവളുടെ സ്ഥിരം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വന്നാലും അവൾക്ക് ഈ ഐസ്ക്രീം വേണം. ഒരു പട്ടിച്ചേട്ടൻ വേറൊന്നും ഇല്ലാതിരിക്കുവാണ്, ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട്. പിന്നെ ഒരു അപ്പൂപ്പനും ഏകാന്തമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ ടെക്നോ പാർക്കൊക്കെ ഫുള്ള് കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ്. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ സമയമായി. 6:30 വരെ മാത്രമേ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കത്തുള്ളൂ. സെക്യൂരിറ്റി ചേട്ടൻ 6:30 ആകുമ്പോൾ വിസിലടിച്ചിട്ട് എല്ലാ മൂലയ്ക്കിൽ നിന്നും പിടിച്ചണിപ്പിച്ച് വിടും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞാൻ ബൈക്ക് എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ്